प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങളാണല്ലോ പഠിച്ചത്. ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില വർക്കുകൾ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി എല്ലാവരും ക്ലാസ് കേൾക്കുമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഇനി അതിൻ്റെ മലയാളം കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. അതിനാൽ എല്ലാവരും ഇതൊക്കെ നോക്കി കൃത്യമായി മനസ്സിലാക്കുമല്ലോ. ഇനി ഈ അക്ഷരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആ എന്ന അക്ഷരം എഴുതിയത് നോക്കൂ. നിങ്ങൾ എഴുതുമ്പോൾ വളരെ വൃത്തിയിൽ എഴുതണേ. എനിക്ക് ഫോണിൽ കൂടുതൽ നന്നായി എഴുതാൻ സാധിക്കാത്തതിനാലാണ്. അടുത്തതായി ആ എന്ന എഴുതിയ രീതി നോക്കൂ. അടുത്തത് ഇ. അടുത്തത് ഈ. ഉ. ഊ. ഋ. എ. ഐ. ഓ. ഔ. അ എന്നുള്ളത് എഴുതാൻ നമുക്ക് വളരെ എളുപ്പമാണല്ലോ. ഇനി നമുക്ക് നേരെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ആദ്യത്തെ വർക്ക് നോക്കൂ. സമാൻ സ്വർ സെ ജോഡേ. ഒരേപോലെയുള്ള അക്ഷരങ്ങളിലേക്ക് വരയ്ക്കുകയാണ് വേണ്ടത്. ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളവയും ചെയ്യുക. അടുത്തത് ഉ സ്വർ മേ ഗോള ലഗായേ. ഉ എന്ന സ്വരാക്ഷരത്തിൽ വട്ടം വരക്കാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ ബാക്കിയുള്ള ഉ എന്നുള്ള അക്ഷരങ്ങളും കണ്ടെത്തി എന്ത് ചെയ്യുക, വട്ടം വരക്കുക. അടുത്തത് അലഗ് സ്വർ മേ ഗോള ലഗായേ. അതായത് ഓരോ വരിയിലും കൂട്ടത്തിൽ പെടാത്ത അക്ഷരത്തിന് എന്ത് ചെയ്യുക, വട്ടം വരക്കുക. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വരിയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതക്ഷരമാണ്? ആ എന്നാണ് അല്ലേ. ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം എന്താണ്? ആ എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് അവിടെ കൂട്ടത്തിൽ പെടാത്തത്. അതുപോലെ ബാക്കിയുള്ളവയും ചെയ്യുക. അടുത്തത് സഹി സ്വർ മേ ഗോള ലഗായേ. ശരിയായ സ്വരാക്ഷരത്തിന് എന്ത് ചെയ്യുക, വട്ടം വരക്കുക. ഉദാഹരണത്തിന് ചിത്രത്തിൽ കൊടുത്ത അനാറിന്റെ ആദ്യത്തെ അക്ഷരം അ ആണല്ലോ, അതിന് വട്ടം വരക്കുക. അതുപോലെ ബാക്കിയുള്ളവയും ചെയ്യുക. അടുത്തത് അക്ഷർ പെഹ്ചാനെ ഗോല ലഗായേ ഓർ രംഗ് ഭി ദേ. അതായത് ഓരോന്നിൻ്റെയും താഴെ കൊടുത്തിട്ടുള്ള അക്ഷരത്തിന് യോജിച്ച അക്ഷരം റൗണ്ട് ഇടുകയും കളർ കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ താഴെയുള്ള അക്ഷരത്തിൻ്റെ അതേ നിറമുള്ള കളർ പേന കൊണ്ട് എഴുതിയാലും മതി. അടുത്തത് സ്വരം കോ ഉചിത് ചിത്രോം സെ മിലായേ. ഇവിടെയുള്ള ചിത്രങ്ങളുടെ ഹിന്ദി വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യുക, ആ ചിത്രങ്ങളെ യോജിപ്പിക്കുക. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളവയും ചെയ്യുക. അതുപോലെ സഹി മിലാൻ കരി, ചേരുംപടി ചേർക്കാം. ഉദാഹരണമായിട്ട് ഈ എന്നുള്ള അക്ഷരം അതിൻ്റെ മലയാള അക്ഷരത്തിലേക്ക് ചേർക്കുന്നു. ഈ കൊണ്ട് തുടങ്ങുന്ന വേർഡ് ആണല്ലോ ഇംലി, അതിലേക്കും എന്ത് ചെയ്യുക, ചേർക്കുക. പിന്നീട് അതിൻ്റെ ചിത്രത്തിലേക്കും വരയ്ക്കുക. അതുപോലെ ബാക്കിയുള്ളവയും ചെയ്യുക. ഇനി മറ്റൊരു വർക്ക് കൂടി നമുക്ക് നോക്കാം. ശബ്ദം കോ ഉചിത അക്ഷരം കെ നീച്ചെ ലിഖേ. പദങ്ങളെ ഉചിതമായ അക്ഷരങ്ങൾക്ക് താഴെ എഴുതാം. ഇവിടെ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ പദങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെയും താഴെ ആ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതുക. രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കൊണ്ട് അനാർ, അം കൊണ്ട് അംബർ. ഇങ്ങനെ ബാക്കിയുള്ളവയും ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വർക്ക്ഷീറ്റ് വിദ്യാർത്ഥികൾക്ക് സ്വയം ചെയ്തു പഠിക്കാനും അതുപോലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും വളരെയധികം ഉപകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്കോ ധന്യവാദ്.